مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا رب صل عليه يا رب صل عليه يا رب صل عليه صلوات الله عليه. الله 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 يا رسول الله يا رسول الله الله الله. आ गए मुस्तफा आ गए मुस्तफा आ गए. മർക്കസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസിലേക്ക്. ജനുവരി 10 കോഴിക്കോട് കടപ്പുറത്ത് മർക്കസ് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര മീലാദ് സമ്മേളനം. 25 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മൗലിദ് സംഘങ്ങൾ, ആത്മീയ നേതൃത്വങ്ങളുടെ പ്രാർത്ഥനകൾ, വ്യത്യസ്ത ഭാഷകളിലുള്ള പ്രവാചക പ്രകീർത്തനങ്ങൾ. അഖിലേന്ത്യ സുന്നി ജമീഅത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മദ്ഹുർ റസൂൽ പ്രഭാഷണം. ആഗോള മുസ്ലിം പണ്ഡിതരുടെ മീലാദ് ആഘോഷ അനുഭവങ്ങൾ. അതെ, തീർത്തും വ്യത്യസ്തമായ അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസ് മർക്കസ് സംഘടിപ്പിക്കുന്നു ജനുവരി 10 കോഴിക്കോട് കടപ്പുറത്ത്. അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസിന്റെ ഭാഗമായി ജനുവരി 8, 9 തീയതികളിലായി പൂനൂർ മദീനത്തുന്നൂർ കോളേജിൽ അന്താരാഷ്ട്ര പ്രബോധന സമ്മേളനം മുൽത്തഖ 2016 നടക്കുകയാണ്. അക്കാദമിക സമ്മേളനം, സ്കോളേഴ്സ് കോൺക്ലേവ്, റെസ്റ്റാൻഡിവോ, സ്റ്റുഡൻസ് കൊളാരിയോ, യൂത്ത് എൻസംബിൾ തുടങ്ങിയ പരിപാടികളാണ് ഇതിനോടനുബന്ധിച്ച് നടക്കുന്നത്. എല്ലാവരെയും അന്താരാഷ്ട്ര പ്രബോധന സമ്മേളനത്തിലേക്ക് കൂടെ ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജാതിമത സംഘടനാ ഭേദമന്യേ മർക്കസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസിലേക്ക്. ജനുവരി 10 കോഴിക്കോട് കടപ്പുറത്തേക്ക്. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നുമായി ജനലക്ഷങ്ങൾ ഒഴുകിയെത്തുന്ന മനുഷ്യ മഹാസാഗരത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ സ്നേഹാദരവുകളോടെ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. നമുക്ക് ഡെൻമാർക്കിൽ നിന്ന് തുടങ്ങാം. ലോകം ഏറ്റവും കൂടുതൽ വെറുത്ത രാഷ്ട്രം. 10 വർഷങ്ങൾക്ക് മുമ്പാണ് അത് നടന്നത്. ഡെൻമാർക്കിലെ ജില്ലൻഡ് പോസ്റ്റ് എന്ന പത്രം പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു. പ്രതിഷേധമിരമ്പി. സമാധാനത്തിന്റെ പ്രവാചക പാഠങ്ങൾ ഹൃദയത്തിൽ കൊളുത്തിവെച്ച പ്രവാചക സ്നേഹികൾ ഡെൻമാർക്കിന്റെ ഇസ്ലാമോഫോബിയ നീക്കങ്ങൾക്കെതിരെ ശക്തമായി രംഗത്തുവന്നു. ഇത് പഴയ വാർത്ത. ഇനി പുതിയ ഡെൻമാർക്കിനെ കൺകുളിർക്ക കാണുക. പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ സന്തോഷിക്കുന്ന ഒരു ജനത. നബിദിനാഘോഷങ്ങൾ വിപുലമായി സംഘടിപ്പിച്ച് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം ആത്മാർത്ഥമായി പ്രകടിപ്പിക്കുന്ന കാഴ്ച. സ്നേഹം എന്ന മഹത്തായ അനുഭവം ഒരു ജനതയെ മാറ്റിയെടുത്ത മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഡെൻമാർക്കിലെ നബിദിനാഘോഷം തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കുന്നു. പ്രവാചകാനുരാഗികളായി മാറുന്നു. ഇത് 2015 നബിദിനാഘോഷം. ആസ്ട്രേലിയയിലെ സിഡ്നി നഗരത്തിൽ നടന്ന വിപുലമായ മീലാദാഘോഷ പരിപാടി. ഈ നഗരത്തിലെ കുട്ടികൾ ഉറക്കെ പാടുന്നു. പ്രവാചക പ്രകീർത്തനങ്ങൾ
തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ കേശം മുത്തുന്നു. ഇവിടെ ഇങ്ങനെ ആയിരക്കണക്കിന് വിശ്വാസികളെ ഒരുമിച്ച് ചേർത്തത് ഒരാളോടുള്ള സ്നേഹമാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അതിരുകളില്ലാത്ത പ്രണയം. സിഡ്നി നഗരത്തിലെ ആഭാലവൃദ്ധം ജനങ്ങളും ഒന്നിച്ചു പറയുന്നു, ഞങ്ങൾ ഈ സ്നേഹത്തണലിൽ ഇത്തിരി നേരം ഇരുന്നോട്ടെ. ഹൃദയത്തിനുള്ളിലെ സ്നേഹം ഞങ്ങൾ ഉറക്കെയുറക്കെ പ്രകടിപ്പിച്ചോട്ടെ. بل كان نورا الله الله تنال الشمس منه والمذورا الله الله ولا ظل له بل كان نورا الله الله تنال الشمس منه والمذورا الله الله ولم يكن الهدى لولا ظهورا ولم يكن الهدى لولا ظهورا ولم يكن الهدى لولا ظهورا ريب الله يا خير البراء يا قمرون 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 سيدنا النبي قمرون. വർണ്ണവിവേചനത്തിന്റെ ഒരു നാട്ടിൽ പ്രവാചക പ്രേമികൾ ഒരു മഹത്തായ സംസ്കാരമാണ് കൈമാറുന്നത്. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സ്നേഹ സന്ദേശം. ഇവിടെ തർക്കങ്ങളില്ല, വിദ്വേഷമില്ല, പകരം സ്നേഹം മാത്രം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം. ഇത്രമേൽ ധന്യമായ ഒരു ദിനം ആഘോഷിക്കാതിരിക്കുന്നതെങ്ങനെ? ഇനി ന്യൂയോർക്ക് നഗരത്തിലേക്ക് കടന്നുവരിക. ആധുനികതയുടെ നൈമിഷികതയിൽ ജീവിതം ആഘോഷമാക്കി മാറ്റുന്ന, ഭൗതികതയിൽ അഭിരമിക്കുന്ന ജനങ്ങൾ അധിവസിക്കുന്ന നഗരമാണ് അമേരിക്കയിലെ ന്യൂയോർക്ക്. ഇവിടെ ഇതാ ചിലർ പരിസരം മറന്ന് ആഘോഷിക്കുന്നു. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം. ഇത്രമേൽ സ്നേഹം തന്ന ഒരു ജനനായകൻ വേറെ ആരാണുള്ളത്? ഇത്രമേൽ സമാധാനം പഠിപ്പിച്ച മറ്റൊരാൾ ആരാണുള്ളത്? യാ റസൂലല്ലാഹ്, ഞങ്ങൾ ആഘോഷിക്കുന്നു അങ്ങയുടെ തിരുപ്പിറവി. യാ റസൂലല്ലാഹ്, ഞങ്ങളെ സ്വീകരിക്കണമേ. ഇന്തോനേഷ്യയിലെ ലക്ഷക്കണക്കിന് പ്രവാചക സ്നേഹികളെ കാണും. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാദങ്ങൾ ഉല്ലേഖനം ചെയ്ത കൊടികൾ പറത്തി ഇവർ പാടുന്നു, പറയുന്നു, കരയുന്നു, സന്തോഷം പങ്കുവെക്കുന്നു. ഇത് ലോകരാഷ്ട്രങ്ങളിലെ ഏറ്റവും വലിയ മീലാദാഘോഷങ്ങളിൽ ഒന്ന്. മാസങ്ങൾക്ക് മുമ്പേ ഇവർ തയ്യാറെടുക്കുന്നു. നബിദിനാഘോഷത്തിന് വേണ്ടി വീടുകൾ, ഓഫീസുകൾ, സ്കൂളുകൾ അലങ്കരിക്കുന്നു. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ ഒരു ജനത സ്വയം മറക്കുന്നു. ഇനി കുട്ടികളുടെ സന്തോഷം കാണുക. കുട്ടികളുടെ ആഘോഷം
അതിർത്തികൾ ഭേദിച്ച് നിഷ്കളങ്കരായ കുട്ടികളുടെ സ്നേഹം പരന്നൊഴുകുന്നു. കരളിന്റെ കഷ്ണമായ മുത്തുനബിയോടുള്ള അതിരറ്റ സ്നേഹം പ്രകടിപ്പിക്കുന്ന നിഷ്കളങ്കരായ ഈ കുട്ടികളെ കൺകുളിർക്കെ കാണുക. വിവിധ രാഷ്ട്രങ്ങളിലെ കുട്ടികൾ വർണ്ണശബളമായ പരിപാടികളോടെ നബിദിനം ആഘോഷിക്കുന്നു. വ്യത്യസ്ത സംസ്കാരങ്ങൾ, വ്യത്യസ്ത ജനവിഭാഗങ്ങൾ, വ്യത്യസ്ത കുട്ടിക്കാലങ്ങൾ, പക്ഷേ ഒരേ വികാരം, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. أحبت اليوم تلك إجابة متن وأمضان برغفه الماء من إظامه. ജർമ്മനിയിലെ പിഞ്ചുകുട്ടികൾ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് ഗാനങ്ങൾ ആലപിക്കുന്നത് നോക്കൂ. എത്ര മനോഹരമായ ദൃശ്യങ്ങൾ. Yüreğimle sevdim seni. Ey gönül bahçemde sevgini büyütü peygamberim. صلي على محمد السلام عليك يا رسول الله. ലണ്ടനിൽ നിന്നും ചെച്നിയയിലേക്ക് തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിച്ച പാനപാത്രം കൊണ്ടുവരുന്നതിൻ്റെ ഭക്തി നിർഭരമായ ആഘോഷം ഒരു പ്രണയം, ഒരു രാഷ്ട്രത്തിൻ്റെ വികാരമാകുന്നു. പ്രണയ സാഫല്യത്തിൻ്റെ ആഹ്ലാദങ്ങൾ, കരഞ്ഞു കുതിരുന്ന ഹൃദയങ്ങൾ, ആഡംബര കാറുകളുടെ നിരനിരയായ ഒഴുക്കിൽ, വൻ സന്നാഹങ്ങളുടെ അകമ്പടിയിൽ, വഴിയരികിൽ കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് പൗരന്മാരുടെ കണ്ണുനീരിന്റെ സ്വാഗതഗാനങ്ങൾ ചെച്നിയയിലേക്ക് കൊണ്ടുവരുന്നത് ഒരു പാത്രം മാത്രമാണ്. യൂറോപ്പിലെ ഏറ്റവും വലിയ മസ്ജിദായ ഗ്രോസ്നി മസ്ജിദിലാണ് ഈ പാനപാത്രം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. എല്ലാ റബീഉൽ അവ്വൽ 12-നും ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ജനക്കൂട്ടത്തിന്റെ തീവ്രവികാരങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ചെച്നിയൻ പ്രസിഡന്റ് റമദാൻ ഖദിറോ തന്നെയാണ്. കരഞ്ഞു കുതിരുന്ന ഒരു രാഷ്ട്രം, ഇവരുടെ കണ്ണീരിൽ ചാലിച്ചെടുത്ത അനുരാഗ സംഗീതം കേൾക്കാതിരിക്കാൻ കഴിയുന്നതെങ്ങനെ? ഭൂഖണ്ഡങ്ങൾ ഭേദിച്ച് പരന്നൊഴുകുന്ന സ്നേഹപ്രകടനങ്ങൾ, മദ്ഹ് പാടി, മദ്ഹുർ റസൂൽ പ്രഭാഷണങ്ങൾ കേട്ട്, ഭക്ഷണം വിതരണം ചെയ്ത്, ആത്മീയ സദസ്സുകൾ സംഘടിപ്പിച്ച് ജനകോടികൾ സംഗമിച്ചിരിക്കുന്നു. മറ്റെങ്ങുമല്ല, നമ്മുടെ അയൽപ്പക്കത്ത് പാകിസ്ഥാനിൽ തീവ്രവാദ പ്രവണതകൾക്കും കാലൂഷ്യം നിറഞ്ഞ ജീവിത പരിസരങ്ങൾക്കും പ്രതിരോധം തീർക്കുന്ന മനോഹരമായ സ്നേഹദൃശ്യങ്ങൾ. ഇത് ഇംഗ്ലണ്ടിലെ ലണ്ടൻ നഗരം. ആയിരങ്ങൾ പങ്കെടുത്ത നബിദിന റാലി. അതിർത്തികൾ ഭേദിച്ച് ബ്രിട്ടീഷ് ജനത ഈ സന്തോഷത്തിൽ അലിഞ്ഞു ചേരുന്നു. ഈ ജന്മദിനം ഞങ്ങളുടെ സ്വന്തം ആഘോഷം, പ്രണയം. ഹൃദയം പൊട്ടിയൊഴുകുമ്പോൾ ഞങ്ങൾ എങ്ങനെ ആഘോഷിക്കാതിരിക്കും? UK-യിലെ വിവിധ തെരുവുകൾ, വേദികൾ, വീടകങ്ങൾ എല്ലാം നബിദിനാഘോഷത്തിലാണ്. مرحبا مدني مرحبا عربي مرحبا آقا مرحبا مكي مرحبا مدني مرحبا عربي مرحبا في रिश्ते आज जो धूमें मचाने आए हैं फिर रिश्ते आज जो धूमें मचाने आए हैं. ഇത് ന്യൂസിലാൻഡിലെ ഒരു മസ്ജിദ്. റബീഉൽ അവ്വലിലെ ഓരോ രാവും ഇവർക്ക് മൗലിദിന്റെ അനർഘ നിമിഷങ്ങളാണ്. എല്ലാം മറന്ന് ഈ ആത്മീയ അനുരാഗത്തിൽ ലയിക്കുന്നു ഇവർ. سلام عليك
റഷ്യൻ ഭാഷയിലുള്ള ഈ മൗലിദ് കേൾക്കുക. ഇവർ മതിമറന്നു പാടുന്നു പ്രവാചക പ്രകീർത്തന കാവ്യങ്ങൾ. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു. صبعتي دو الله عفوها منتجوني ررجي زبق قوهجو ابرحموغيني جي رحمن اصل شيخي شبني قيدا للهجو درمونا جد قراني دينا القدر هجل قلوب الرتانيقي قابلها بي يا الله أحاربني جرمولي. ഈ തണുത്ത പ്രഭാതത്തിൽ ജപ്പാനിലെ ജനങ്ങൾ എന്താണ് ചെയ്യുന്നത്? തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർത്തോർത്ത് മദ്ഹ് ഗാനങ്ങൾ ആലപിച്ചാണ് ജപ്പാൻ ജനത മീലാദ് ആഘോഷിക്കുന്നത്. ശേഷം നഗരം ചുറ്റി നബിദിന റാലി. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷതകൾ വിളിച്ചു പറഞ്ഞ് പ്രവാചക പ്രകീർത്തന കാവ്യങ്ങളുടെ ഈരടികൾ ഉറക്കച്ചൊല്ലി ലോക മുസ്ലിങ്ങൾക്കൊപ്പം ഇവരും ആഘോഷത്തിൽ പങ്കുകൊള്ളുന്നു. ഇവിടെ യുവത്വം ആഘോഷിക്കുന്നു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനുരാഗത്തിൽ ലയിച്ച് ഇവർ ആഘോഷിച്ച് നിർവൃതിയടയുന്നു. അമേരിക്കയിലെ ചിക്കാഗോയിൽ നിന്നുള്ള യുവാക്കളാണ് ഈ മൗലിദിന് നേതൃത്വം നൽകുന്നത്. നൈൽ നദീതീരത്തെ പ്രവിശാലമായ ഈ നബിദിനാഘോഷം വളരെ വ്യത്യസ്തമാണ്. ചരിത്രമുറങ്ങുന്ന ഈജിപ്തിന്റെ മണ്ണും മനസ്സും മീലാദ് ആഘോഷിക്കുന്നു.
طمني عطفك علي 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 علينا عندكم عيد يا أهل الصوفية مولد رسول الله خير البرية. ഇനി നമുക്ക് തുർക്കിയിലേക്ക് വരാം. അണപൊട്ടിയൊഴുകുന്ന സ്നേഹപ്രകടനങ്ങളാണ് തുർക്കിയിൽ എവിടെയും. പ്രവാചകാനുരാഗത്തിന്റെ നിലക്കാത്ത പ്രവാഹം. തങ്ങളുടെ ദേശീയ പതാക വാനിൽ പറത്തി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹവും സന്തോഷവും പങ്കുവെക്കുന്ന തുർക്കിയിലെ വിശ്വാസികൾ ആധുനികത നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആഭാസ സംസ്കാരത്തെ തിരുത്തിക്കുറിക്കുന്നു. വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും ഉദാത്തമായ സന്ദേശമാണ് മീലാദാഘോഷത്തിലൂടെ തുർക്കി ജനത കൈമാറുന്നത്. يا نبي سلام عليك يا رسول سلام عليك يا حبيب سلام عليك صلوات الله عليك يا نبي سلام عليك يا رسول سلام عليك يا حبيب سلام عليك صلوات الله عليك أنت نور الله فجرا جئت بعد العسر يسرا ربنا أعلاك قدرا يا إمام الأنبياء. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ശേഷിപ്പുകൾ കണ്ട് സന്തോഷം പ്രകടിപ്പിക്കുകയാണ് വിവിധ രാഷ്ട്രങ്ങളിലെ വിശ്വാസികളായ ജനകോടികൾ. പ്രവാചക തിരുമേനി തന്റെ സമുദായത്തിനു വേണ്ടി ഏൽപ്പിച്ച ഈ തിരുശേഷിപ്പുകൾ വിശ്വാസികൾക്ക് വിലമതിക്കാനാവാത്ത അനുഗ്രഹമാണ്. തിരുപ്പിറവി ദിനത്തിൽ ഈ തിരുശേഷിപ്പുകൾ കണ്ട് അവർ ആഘോഷിക്കുന്നു, സന്തോഷിക്കുന്നു, അനുഗ്രഹീതരാകുന്നു. സലാത്തിന്റെ ഈരടികൾ കൊണ്ട് മണ്ണും മനസ്സും പുളകിതമാവുന്നു. आज दुनिया में खैर वरा आ गए. कौन देता है देने को मुँह चाहिए. कौन देता है देने को मुँह चाहिए. कौन देता है देने को मुँह चाहिए. देने वाला है सच्चा हमारा नबी. देने वाला है सच्चा हमारा नबी. आज दुनिया में खैरुल वरा आ गए. क्या खबर कितने तारे खिले छुप गए. ലോകം മുഴുക്കെ നബിദിനാഘോഷ പരിപാടികൾ അതിവിശാലമായി സംഘടിപ്പിക്കപ്പെടുമ്പോൾ ഇവിടെ ഇതാ ഒരു മതപണ്ഡിതൻ പ്രവാചക സ്നേഹം ലോകമൊട്ടുക്കും പ്രചരിപ്പിക്കാനായി ജീവിതം മാറ്റിവെച്ച ജനകീയ നായകൻ ഷേഖുന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അനാഥരുടെയും പാവപ്പെട്ടവരുടെയും സംരക്ഷണം ഏറ്റെടുത്ത് ദേശീയ അന്തർദേശീയ രംഗത്ത് സമാനതകളില്ലാത്ത വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മഹാസാത്വികൻ. ഈ ആത്മീയ നേതൃത്വത്തിന്റെ തണലിലാണ്
ഇന്ത്യൻ മുസ്ലിങ്ങൾ അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയത്. മുസ്ലിം സമുദായം അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാൻ കഴിയും വിധം വിദ്യാഭ്യാസ ജീവകാരുണ്യ രംഗത്ത് ഉന്നതങ്ങൾ എത്തിപ്പിടിച്ചത് ഈ മഹാ നേതൃത്വത്തിന്റെ തണലിലാണ്. ഇതാണ് ബഹുമാനപ്പെട്ട AP ഉസ്താദ്. هو عبد الله سيد الخلق ومصطفاه وحبيب الله خير مبعوث بوحي الله مولاي صل وسلم دائما. സമീപകാല ചരിത്രത്തിൽ മുസ്ലിം സമുദായത്തെ ആഗോളതലത്തിൽ വഴിനടത്തുകയും രാജ്യത്തിനകത്തും പുറത്തും അവർക്ക് സ്വന്തമായ അസ്തിത്വം വീണ്ടെടുത്തു കൊടുക്കുകയും ചെയ്ത ആത്മീയ തേജസ്. മുസ്ലിം സമുദായം നേരിടുന്ന വെല്ലുവിളികൾ സധീരം ഏറ്റെടുക്കുകയും വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ പൊതുസമൂഹത്തിലെ നിറസാന്നിധ്യമായി മുസ്ലിങ്ങളെ വളർത്തുകയും ചെയ്ത പ്രതിഭാശാലിയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ജാതി മതഭേദമന്യേ സമൂഹത്തിലെ പാവപ്പെട്ടവർക്കും നിരാലംബർക്കും തണൽ വിരിച്ചു നിൽക്കുന്ന മഹാവൃക്ഷമാണ് ഈ പണ്ഡിത തേജസ്. പിന്നാക്ക സമുദായങ്ങളെ അത്ഭുതകരമായ വളർച്ചയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന കാന്തപുരം സ്തുത്യർഹമായ സേവന പ്രവർത്തനങ്ങളിലൂടെയാണ് ചരിത്രത്തിൽ ഇടം നേടിയത്. ഈ നേതൃത്വമാണ് ശരിയെന്ന് കാലം തെളിയിക്കുകയായിരുന്നു. ദേശീയ അന്തർദേശീയ രംഗത്ത് ആർക്കും തള്ളിക്കളയാൻ സാധിക്കാത്ത ആത്മീയ സാന്നിധ്യമാണ് ഇന്ന് കാന്തപുരം. വിവിധ രാഷ്ട്രങ്ങളിലെ അന്താരാഷ്ട്ര മീലാദ് സമ്മേളനങ്ങളിൽ നിറസാന്നിധ്യമായും മുഖ്യാതിഥിയായും പങ്കെടുത്ത് സംസാരിക്കുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഐതിഹാസികമായ മദ്ഹുർ റസൂൽ പ്രഭാഷണം ജനുവരി 10 വൈകിട്ട് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുകയാണ്. മർക്കസ് നിങ്ങളെ എല്ലാവരെയും സ്നേഹാദരവുകളോടെ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي صل عليه يا ربي صل عليه يا ربي صل عليه صلوات الله عليه. الله الله يا رسول الله يا رسول الله الله